കേരള സംസ്ഥാന വനം വകുപ്പ് മന്ത്രി കെ ശശീന്ദ്രന് വിജയ് നീലകണ്ഠന്റെ തുറന്ന കത്ത്. വിഡ്ഢിത്തമാണെന്ന് അറിഞ്ഞിട്ടും പൊതുജനങ്ങളെ അത് പറഞ്ഞ് വിഡ്ഢികൾ ആക്കരുതെന്ന് തുറന്ന കത്തിലൂടെ അപേക്ഷിക്കുന്നു. വിഡ്ഢിത്തമാണ് എന്നറിഞ്ഞിട്ടും പൊതുജനങ്ങളെ അത് പറഞ്ഞ് വിഡ്ഢികളാക്കരുത് എന്നൊരു എളിയ അപേക്ഷയുണ്ടെന്ന് പറഞ്ഞാണ് വിജയ് നീലകണ്ഠന്റെ കത്ത് തുടങ്ങുന്നത്. പ്രസ്താവന വായിച്ചു. ആശ്ചര്യം തോന്നിയില്ല. കാരണം കാടിനെപ്പറ്റി കൃത്യമായി ഒന്നും അറിയാത്തതിനാലാണോ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത്? ജനാധിപത്യം ഒരു ശാപമാണ് എന്ന് ഞങ്ങളെപ്പോലുള്ളവരെ തോന്നിപ്പിക്കുന്ന സാഹചര്യമാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ സൃഷ്ടിക്കുന്നതും. കടുവകളെ കൊല്ലാനുള്ള അനുമതിക്കായി സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാർ ആലോചിക്കുന്നു. വന്ധ്യംകരണത്തിലൂടെ കടുവകളുടെ ജനസംഖ്യ നിയന്ത്രിക്കാൻ വകുപ്പ് ആലോചിക്കുന്നുണ്ടെങ്കിലും അത് സാധ്യമല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇപ്പോൾ കൊല്ലാനുള്ള അഭിപ്രായവും ഇതേ വിദഗ്ധർ തന്നെയാണോ ഓതി തന്നതെന്നും നീലകണ്ഠൻ ചോദിക്കുന്നു. കടുവകളെ കൊല്ലാനുള്ള നിയമം പശ്ചിമ ബംഗാൾ 2012 പാസാക്കിയിട്ടുണ്ടെങ്കിലും 2014 ആ നിയമം സ്റ്റേ ചെയ്ത കാര്യം കൂടി അങ്ങയ്ക്ക് അറിയില്ലേ? വിചിത്രമായ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ട് യഥാർത്ഥ കാരണങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കരുത്. ടൂറിസം പ്രവർത്തനങ്ങൾ, വനഭൂമി കയ്യേറ്റം, വനമേഖലയ്ക്ക് സമീപമുള്ള കൃഷിരീതികൾ വന്ന മാറ്റം എന്നിവയിൽ മന്ത്രി മൗനം പാലിക്കുന്നുവെന്നും നീലകണ്ഠൻ വിമർശിച്ചു. വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കുന്നതിന്റെ കാരണം കണ്ടെത്തുന്നതിന് സംസ്ഥാന സർക്കാർ വിശദമായ ശാസ്ത്രീയ പഠനം നടത്തണം. പകരം മൃഗങ്ങളെ കൊല്ലുന്നത് പോലുള്ള നടപടികൾക്ക് മുതിരരുത്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുമായുള്ള ചർച്ചകൾ ഇത്തരം വിഷയങ്ങളിൽ ഉപകരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കത്ത് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1. CNC പരിചയസമ്പന്നരായ ലാബ് ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ ടെസ്റ്റുകൾ നടത്തി കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ബയോകെമിസ്ട്രി, ഓട്ടോമാറ്റിക് സാമ്പിൾ കളക്ഷൻ, ഹീമറ്റോളജി, ബ്ലഡ് സിറം സെപ്പറേറ്റർ, Cobus E411 hormone checking machine, X-ray clinic, വിദേശ നിർമ്മിത അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മെഡിക്കൽ ലാബ്, CNC ഹൈടെക് ലാബ്. വി കെയർ യുവർ ഹെൽത്ത്. പഴയങ്ങാടി, കണ്ണൂർ.